ഹായ് ഗൈസ്, നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ? എൻ്റെ ചാനലിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുന്നത്. ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് മുന്നേ ഞാൻ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്തു, അത് ഞാൻ കാണിക്കാൻ പറ്റിയില്ല. നെക്സ്റ്റ് ഞാൻ എൻ്റെ ഐബ്രോ ഒന്ന് റെഡിയാക്കി, പിന്നെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് ഞാൻ വരയ്ക്കുന്നില്ല, ഒരുപാട് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭഗീരഥൻ പിള്ളയെ പോലെ ഇരിക്കും. അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ടാണ് വരച്ച് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഞാൻ ഈ ബ്ലഷാണ് കേട്ടോ ഇത്. ആദ്യത്തെ കണ്ടില്ലേ, ഞാൻ അതാണ് യൂസ് ചെയ്യൽ കൂടുതൽ, അതുകൊണ്ട് തീരാറായത്. അങ്ങനെ ഞാൻ ആ ബ്ലഷ് കണ്ണിൻ്റെ മുകളിലും താഴെ അപ്ലൈ ചെയ്യും. എൻ്റെ അപ്പോൾ കണ്ണ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ 2 കണ്ണിൻ്റെ മുകളിലും താഴെ ഞാൻ വരച്ചു കൊടുക്കും. അപ്പോൾ എൻ്റെ കണ്ണ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനുശേഷം ഞാൻ മസ്കാരയാണ് അപ്ലൈ ചെയ്യുന്നത്. മസ്കാരയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മേക്കപ്പ് ചെയ്യുമ്പോൾ എൻ്റെ കണ്ണ് നല്ല ഹൈലൈറ്റ് ചെയ്തിരിക്കണം. അതാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാറുള്ളത്. അങ്ങനെ ഞാൻ ഐലാഷ് ഒന്ന് റെഡിയാക്കുന്നുണ്ട് മസ്കാര വെച്ച്. പിന്നെ ഞാൻ ഐലൈനർ വരച്ചു. അത് ഞാൻ കണ്ണിൻ്റെ എൻഡിൽ മാത്രമാണ് കേട്ടോ വരയ്ക്കാം. നെക്സ്റ്റ് ഞാൻ ബ്ലഷ് എടുത്തിട്ട് കവിളിലും മൂക്കിലും താടിയിലും അപ്ലൈ ചെയ്യും. നെക്സ്റ്റ് ലിപ് ബാം ഇത് ഡെർമഡോക്കിൻ്റെ ആണ്. ആൽഫ ആർബുട്ടിനും ഗ്ലൂട്ടാത്തയോണും മിക്സ് ആയിട്ടുള്ള ലിപ് ബാമാണ്. ഇത് നല്ല അടിപൊളി ലിപ് ബാമാണ്. ഇത് നമുക്ക് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സിന് ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. എൻ്റെ ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിരുന്നു, ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല മാറ്റമുണ്ട്. ലിപ്സ്റ്റിക് ഷെയ്ഡ് ഓർമ്മയില്ല. ലിപ്സ്റ്റിക്ക് എൻവൈബേൻ്റെ ആണ്. ഇത് ഞാൻ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ, അവരുടെ ഡയറക്റ്റ്. എൻ്റെ സ്കിന്നിന് ചേർന്ന ലിപ്സ്റ്റിക്കാണിത്. പിന്നെ ഞാൻ എൻ്റെ ഹെയറൊക്കെ റെഡിയാക്കി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു.